മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളപ്പോൾ പെട്രോളിന്റെ വില 70 രൂപയായിരുന്നു. പക്ഷെ ഇപ്പോഴോ കേരളത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 106 രൂപ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണോ കാരണം? ഡൽഹിയിൽ ഇപ്പോഴും പ്രൈസ് 95 രൂപയാണ്, പക്ഷെ കേരളത്തിൽ 106 രൂപ. അപ്പൊ ഡൽഹിക്ക് മാത്രമേ സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ട് ഉള്ളൂ. കാരണം എന്താണെന്ന് അറിയാൻ മുമ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോ. സോ ബേസിക്കലി പെട്രോളിന്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3 കാര്യങ്ങൾ. ഒന്ന് ഗ്ലോബൽ ക്രൂഡ് ഓയിൽ പ്രൈസ്, പിന്നെ ഒന്ന് സെൻട്രൽ ടാക്സ്, പിന്നെ സ്റ്റേറ്റ് വാറ്റ്. ഈ സ്റ്റേറ്റ് വാറ്റ് എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് വേരി ആവും. ഡൽഹിയിൽ വേറെ പ്രൈസ് ആണ്, കേരളത്തിൽ വേറെ പ്രൈസ് ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ടാക്സ് സെയിം ആണ്, ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് സെയിം ആണ്, ഓൾ ഓവർ ഇന്ത്യ ഇത് രണ്ടും സെയിം ആണ്. ഈ വാറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രമാണ് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് വേരി ആവുന്നത്. ഇൻ സിമ്പിൾ ടേംസ് കേരളത്തിൽ വാറ്റ് കൂടുതലാണ്, പ്ലസ് സെസ്സും ഉണ്ട്, അതുകൊണ്ട് പെട്രോളിന്റെ പ്രൈസ് കൂടുതലാണ്. ഡൽഹിയിൽ വാറ്റ് കുറവാണ്, അതുകൊണ്ട് പെട്രോളിന്റെ പ്രൈസ് കുറവാണ്. സോ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രശ്നമല്ല ഇത്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രശ്നമാണ്. കേരളത്തിൽ മാത്രം പെട്രോളിന് 25 രൂപ, 1 ലിറ്റർ പെട്രോളിന് 25 രൂപയാണ് നമ്മൾ വാറ്റ്, അതായത് വാല്യൂ ആഡഡ് ടാക്സ് നമ്മൾ വന്ന് പേ ചെയ്യുന്നത് 1 ലിറ്റർ പെട്രോളിന്. അപ്പൊ എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് ഇത്ര വാറ്റ് കളക്ട് ചെയ്യുന്നത്? ബട്ട് വൈ?